ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5th മൊഡ്യൂളാണ്. 5th മൊഡ്യൂളിൽ മെയിനായിട്ട് റിമോട്ട് സെൻസിങ്ങിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടാവുക. അത്ര വലിയ ടഫ് മൊഡ്യൂളൊന്നുമല്ല, പക്ഷേ മനസ്സിലാക്കിയെടുക്കണം. ഇതൊക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കണം. ഒരുപാട് ടഫ് ഒന്നുമല്ല, സിമ്പിളാണ്. ഓക്കെ, ഈ ഒരു മൊഡ്യൂളിൽ സിലബസിൽ നിങ്ങൾക്ക് എന്തൊക്കെ വരുന്നതെന്ന് വെച്ചാൽ റിമോട്ട് സെൻസിങ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ ഓൾറെഡി ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സെയിം സംഭവം തന്നെയാണ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ സണ്ണിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നിന്ന് കിട്ടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. കുറച്ച് എന്താ പറയുക, UV റേസ് എന്താണ്, ഇൻഫ്രാറെഡ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഗാമ, എക്സ് റേസ്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ വേവ് ലെങ്ത്തും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഒരു 5 മാർക്സിനൊക്കെ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മൾ പഠിക്കുന്നത് എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് എർത്ത് സർഫസ് ഫീച്ചേഴ്സൊക്കെയാണ്. നമ്മൾ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ എനർജി തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ നടക്കുക എന്നുള്ളത് പഠിക്കും. പിന്നെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഓഫ് വെജിറ്റേഷൻ, സോയിൽ ആൻഡ് വാട്ടർ. പിന്നെ വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, സെൻസേഴ്സിനെ പറ്റി പഠിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് സെൻസേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്, ആക്റ്റീവും പാസീവും. ഇതൊക്കെ എന്താണ്, സെൻസേഴ്സ് എന്താണ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ വരുന്നത് റെസൊല്യൂഷനാണ്. റെസൊല്യൂഷനിൽ സ്പേഷ്യൽ, സ്പെക്ട്രൽ, റേഡിയോമെട്രിക്, ടെമ്പറൽ റെസൊല്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പഠിക്കുന്നത് സ്കാനിങ്ങിനെ പറ്റിയിട്ടാണ്. മൾട്ടി സ്പെക്ട്രൽ സ്കാനിങ്ങും അലോങ് ട്രാക്ക് ആൻഡ് അക്രോസ് ട്രാക്ക് സ്കാനിങ് എന്താണെന്നും ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കും. ഇത്രയാണ് നിങ്ങളുടെ ഈ മൊഡ്യൂളിലുള്ള സിലബസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് പഠിക്കാൻ പോണത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി റിമോട്ട് സെൻസിങ്ങിലോട്ട് വരുമ്പോൾ എന്താണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ വലിയൊരു ഏരിയ ഒക്കെ നമുക്ക് റിമോട്ട് സെൻസിങ്ങിലൂടെ നമ്മൾ ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നത് അല്ലേ? നമുക്കിപ്പം ഒരു വലിയ ഓഷനൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഈ റിമോട്ട് സെൻസിങ്ങിലൂടെ നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്യാൻ പറ്റും. ഈ സാറ്റലൈറ്റിലൊക്കെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറ ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ട് ആ ഇമേജിലൂടെ നമുക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. അതാണ് റിമോട്ട് സെൻസിങ്. റിമോട്ട് എന്ന് പറയുന്നത് സംതിങ് വിച്ച് ഇസ് ഫാർ അവേ, ദൂരത്തുള്ളൊരു സാധനമാണ് റിമോട്ട്. സെൻസിങ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഗെറ്റിംഗ് ഡാറ്റ. എങ്ങനെയാണ് നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുക? ഇപ്പം നമ്മളുടെ എക്സാമ്പിൾ, നമ്മളുടെ മൂക്കിൽ നിന്ന് നമുക്ക് സ്മെല്ലൊക്കെ നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം ഒരു പൂവിൻ്റെ സ്മെല്ലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂക്ക് വെച്ചിട്ട് അത് സെൻസ് ചെയ്യാൻ പറ്റും. ഇന്ന പൂവിൻ്റെ സ്മെല്ലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഇസ് സെൻസിങ്. സോ റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ടച്ച് ചെയ്യാതെ, നമ്മളൊരു സാധനമായിട്ടുള്ളൊരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ നമുക്ക് ആ ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം എക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് റിമോട്ട് സെൻസിങ്. എന്താണ്, നമ്മൾ ആ ഒബ്ജക്റ്റാണ്, നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനെ പറ്റിയാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആ ഒരു ഒബ്ജക്റ്റായിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ലാതെ ആ ഒബ്ജക്റ്റിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ പോകുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റിമോട്ട് സെൻസിങ് എന്നുള്ളത്. ഓക്കെ, എന്താ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്? റിമോട്ട് സെൻസിങ് ഇസ് എ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് അക്വയറിംഗ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്റ്റ്, ഏരിയ ഓർ ഫിനോമിനൻ under study without actually being in any physical contact with them. അവരായിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റും ഇല്ലാതെ ഒരു ഒബ്ജക്റ്റിൻ്റെയോ ഒരു ഏരിയയുടെ ഒക്കെ ഇൻഫോർമേഷൻസ് പറ്റി പഠിക്കുന്നതാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ഈ റിമോട്ട് സെൻസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡൺ ബൈ സെൻസിങ് ആൻഡ് റെക്കോർഡിംഗ് റിഫ്ലക്റ്റഡ് ഓർ എമിറ്റഡ് എനർജി ആൻഡ് പ്രോസസ്സിംഗ്, അനലൈസിങ് ആൻഡ് അപ്ലൈയിങ് ദാറ്റ് ഇൻഫോർമേഷൻ. എങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്? നമ്മൾ ഈ സെൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം നമുക്കൊരു എനർജി എമിറ്റ് ചെയ്യും. സൂര്യനിൽ നിന്ന് നമുക്കൊരു എനർജി എമിറ്റ് ചെയ്തിട്ട് ആ എനർജി നമ്മൾ പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻഫോർമേഷൻ ആക്കിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. ഇൻഫോർമേഷൻ കാരിയർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് എന്ന് റിമോട്ട് സെൻസിങ്ങിൽ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീനെ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഒരു റിമോട്ട് സെൻസിങ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോമിൻ്റെ ആവശ്യമുണ്ട്. ഒരു കോമൺ പ്ലാറ്റ്ഫോം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ആണ്. ഈ സാറ്റലൈറ്റിൻ്റെ അകത്ത് സെൻസേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ എനർജി എല്ലാം നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ സെൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ആണ്. ഇത്രയാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ.
ബേസിക്കായിട്ട് ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഫിഗർ നോക്കുക. ഇത് സൂര്യനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി കിട്ടും അല്ലേ? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി താഴെയുള്ള ഒബ്ജക്ട്സിലെല്ലാം എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടാം അതിൽ? നമ്മുടെ വീടുകൾ, മരങ്ങൾ, പുഴകൾ എല്ലാം, അങ്ങനത്തെ താഴത്തുള്ള എല്ലാത്തിനും നമുക്ക് ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പം നമുക്ക് എന്ത് ഒബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഇപ്പം നമ്മളുടെ ഒരു ഏരിയ, ടോട്ടൽ ഏരിയനെ പറ്റിയാണെങ്കിൽ ആ ഒരു ഏരിയയാണ് നമ്മളുടെ ഒബ്ജക്റ്റ്. സോ എന്തൊക്കെയാണോ ഒബ്ജക്ട്സ് ഉള്ളത് ആ ഒബ്ജക്റ്റിലൊക്കെ എന്ത് ചെയ്യും? ഇത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി വന്നിട്ട് വീഴും. എന്നിട്ട് ഈ ഒബ്ജക്റ്റിൽ എന്ത് ചെയ്യും? കുറേ എനർജി നമ്മൾ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ ബിൽഡിംഗ് കുറേ എനർജി അബ്സോർബ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? കുറേ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും. കുറേ എനർജി തിരിച്ച് ഈ സെൻസറിലേക്ക്, മുകളിലുള്ള സെൻസറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ എന്താണ്? സാറ്റലൈറ്റ് ആണുള്ളത്. സാറ്റലൈറ്റിൻ്റെ അകത്ത് എന്താണുള്ളത്? സെൻസറാണുള്ളത്. ഈ സെൻസർ എന്ത് ചെയ്യും? ഈ തിരിച്ചുള്ള റിഫ്ലക്റ്റഡ് എനർജിയൊക്കെ കുറച്ച് നമ്മൾ അബ്സോർബ് ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്റ്റഡ് എനർജീസ് എല്ലാം സെൻസർ എന്ത് ചെയ്യും? ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റാസ്, നമുക്ക് എന്ത് ഒബ്ജക്റ്റിനെ പറ്റിയിട്ടുള്ള എനർജിയാണോ നമ്മളിവിടെ സെൻസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡാറ്റാസ് എല്ലാം നമ്മൾ താഴത്തുള്ള ഒരു റിസീവിങ് സ്റ്റേഷൻ ഉണ്ടാവും. നമുക്കിവിടെ ഒരു റിസീവിങ് സ്റ്റേഷൻ ഉണ്ടാവും. ആ റിസീവിങ് സ്റ്റേഷനിലേക്ക് ആ ഡാറ്റാസ് എല്ലാം എത്തിയിട്ട് നമ്മൾ ആ ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യും? ആ ഗ്രൗണ്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ പല പ്രോസസ്സിങ്ങും അനലൈസിങ്ങും ഒക്കെ ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സിൻ്റെ അടുത്ത്, നമ്മൾ സിസ്റ്റം കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യില്ലേ, അങ്ങനത്തെ നമ്മളുടെ യൂസേഴ്സിൻ്റെ അടുത്തേക്ക്, നമ്മൾ ആർക്കാണോ ഇൻഫർമേഷൻ വേണ്ടത് ആ യൂസേഴ്സിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കും. ഇങ്ങനെയാണ് റിമോട്ട് സെൻസിങ് നടക്കുക. ഓക്കെ, സൂര്യനിൽ നിന്ന്, സണ്ണിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഒബ്ജക്ട്സ് എല്ലാം റിസീവ് ചെയ്യും. അത് കുറച്ചൊക്കെ അബ്സോർബ് ചെയ്യും, പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? ബാക്കിയുള്ള എനർജി റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന എനർജി സെൻസേഴ്സ് സ്വീകരിച്ചിട്ട് അത് ഡാറ്റാസ് ആക്കിയിട്ട് നമ്മൾ റിസീവിങ് സ്റ്റേഷനിലോട്ട് കളക്ട് ചെയ്യും. ഈ റിസീവിങ് സ്റ്റേഷൻ എന്ത് ചെയ്യും? അത് മൾട്ടിപ്പിൾ യൂസേഴ്സിലേക്ക് എത്തിക്കും നമ്മൾ ഈ ഡാറ്റാസ് എല്ലാം. ഓക്കെ, ഇങ്ങനെയാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒബ്ജക്ട്സ് ആണ്. ഫോറസ്റ്റ്, വാട്ടർ, ഗ്രാസ്, സോയിൽ, റോഡ്, ബിൽഡിങ്സ്, ഇതെല്ലാം എന്താണ്? എർത്തിലുള്ള ഒബ്ജക്ട്സ് ആണ്. ഈ സൂര്യനിൽ നിന്ന് വരുന്ന എന്താണ്? റേസ് എല്ലാം, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എല്ലാം ഈ ഒബ്ജക്ട്സിലെല്ലാം വരും. എന്നിട്ട് ഈ ഒബ്ജക്റ്റിൽ നിന്ന് കുറച്ചൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യും? സെൻസേഴ്സിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക. ഈ സെൻസർ സാറ്റലൈറ്റിലാണ് എന്തുള്ളത്? സെൻസേഴ്സ് ഉള്ളത്. ഈ സാറ്റലൈറ്റിൽ റിസീവ്, എന്നിട്ട് ഈ സാറ്റലൈറ്റിൽ നിന്ന് ഇൻഫോർമേഷൻസ് എല്ലാം എവിടേക്ക് പോകും? റിസീവിങ് സ്റ്റേഷനിലേക്ക് പോകും. റിസീവിങ് സ്റ്റേഷനിൽ നിന്ന് പ്രോസസ്സിങ്ങും അനലൈസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. സോ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് energy from a source propagates through the atmosphere and interact with the object under study. നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിലാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യും? എനർജി വന്ന് വീഴും. എന്നിട്ട് എന്താ ചെയ്യുക? ദ ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് സം എമൗണ്ട് ഓഫ് എനർജി. ഈ ഒബ്ജക്റ്റ് നമ്മൾ സൂര്യനിൽ നിന്ന് വന്ന എനർജി കുറച്ച് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ റിഫ്ലക്റ്റ് ചെയ്ത എനർജി എന്ത് ചെയ്യും? സെൻസേഴ്സിലേക്ക് പോയി പ്ലേസ് ആവും. അത് കഴിഞ്ഞിട്ട് ഈ സെൻസേഴ്സ് എന്താ ചെയ്യുക? നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടാണോ, നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിൽ നിന്നാണോ റിഫ്ലക്റ്റഡ് എനർജി വന്നത് ആ ഒബ്ജക്റ്റിനെ പറ്റി, ആ ഒബ്ജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ച് മനസ്സിലാക്കി വെക്കും. അത് ഡാറ്റ ആയിട്ട് സ്റ്റോർ ആക്കി വെക്കും. എന്നിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ എവിടേക്ക് പോവുക? റിസീവിങ് സ്റ്റേഷനിലേക്കൊക്കെ പോയിട്ട് നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുക. സോ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ്? എനർജി ഫ്രം എ സോഴ്സ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇൻട്രാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ്. പിന്നെ ഈ ഒബ്ജക്റ്റ് റിഫ്ലക്ട് സം എമൗണ്ട് ഓഫ് എനർജി ആൻഡ് ദിസ് റിഫ്ലക്റ്റഡ് എനർജി ഇസ് റിസീവ്ഡ് ബൈ ദ സെൻസർ പ്ലേസ്ഡ് അറ്റ് ദി പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. അവിടെ എന്തുണ്ട്? സെൻസേഴ്സ് ഉണ്ട്. സോ ഈ ഒബ്ജക്റ്റിൽ ഒബ്ജക്റ്റിൽ നിന്ന് റിഫ്ലക്റ്റ് ആയിട്ടുള്ള എനർജീസ് എല്ലാം സെൻസേഴ്സിലേക്കാണ് പോവുക. ഓക്കെ, പിന്നെ based on the characteristics of this reflected energy, the properties of the object can be studied. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏത് ഒബ്ജക്റ്റിൽ നിന്നാണോ എനർജി റിഫ്ലക്റ്റ് ചെയ്തത് ആ ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഡാറ്റാസ് എല്ലാം കിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. സോ എന്താണ് ഇതിൻ്റെ പ്രോസസ്സ് ഫുള്ള് ഞാൻ പറഞ്ഞു. സണ്ണിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി വരുന്നു, ഒബ്ജക്റ്റിൽ റിഫ്ലക്റ്റ് ആവുന്നു,
ഒബ്ജക്റ്റിൽ റിഫ്ലക്റ്റ് ആയിട്ട് ബാക്കിയുള്ള റേസ് എല്ലാം റിഫ്ലക്റ്റഡ് റേസ് എല്ലാം സെൻസേഴ്സിലേക്ക് പോവും. അവിടുന്ന് ഡാറ്റാസ് എല്ലാം ഗ്രൗണ്ട് സ്റ്റേഷനിൽ വരും. ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ പ്രോസസ്സിങ്ങും അനലൈസിങ്ങും എല്ലാം നടക്കുക. അവിടുന്ന് യൂസേഴ്സിലേക്ക് പോവും. ഓക്കെ, ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം പ്രിൻസിപ്പിൾസ് റിമോട്ട് സെൻസിങ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ റിമോട്ട് സെൻസിങ് എന്താണെന്ന് എഴുതുക. പിന്നെ അതിൻ്റെ 3 പ്രിൻസിപ്പിൾസ് എഴുതുക. പിന്നെ പ്രോസസ്സിങ് ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റിമോട്ട് സെൻസിങ് ചോദിക്കുകയാണെങ്കിൽ മെയിനായിട്ട് 7 പ്രോസസ്സാണുള്ളത്. ആ 7 പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഇപ്പം എനർജി സോഴ്സ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ, പിന്നെ എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പോകെ പഠിക്കും. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഒരു പ്രോസസ്സിങ് ഒരു 5 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 7 പ്രോസസ്സ് ഉണ്ട്. അത് ഈ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗർ വരയ്ക്കാൻ മറന്നു പോരുത്. ഈ ഫിഗർ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക തന്നെ വേണം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എനർജി സോഴ്സ്. എനർജി സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. ഞാൻ പറഞ്ഞു നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. സംടൈംസ് സൺ ഇസ് കൺസിഡർഡ് ആസ് എനർജി സോഴ്സ്. Whereas in some remote sensing systems, the remote sensing platform itself produces energy. പൊതുവേ നമ്മൾ സണ്ണിൽ നിന്നാണ് എനർജി നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി റിസീവ് ചെയ്യുക. ചില കേസിൻ്റെ അകത്ത് റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോം തന്നെ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. റിമോട്ട് സെൻസിങ് പ്ലാറ്റ്ഫോമിൽ തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ എനർജി നമ്മൾ എടുക്കാറുണ്ട്. മോസ്റ്റ് കേസസിലെല്ലാം സണ്ണാണ് കൺസിഡർ ചെയ്യുക. അതാണ് എനർജി സോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താ? എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ. ഈ എനർജി അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫ്രം ദ സോഴ്സ് പാസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ ഓൺ ഇറ്റ്സ് വേ ടു എർത്ത് ആൻഡ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഇൻട്രാക്ട് വിത്ത് ദ അറ്റ്മോസ്ഫിയർ. സോ സണ്ണിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എല്ലാം ആദ്യം അറ്റ്മോസ്ഫിയറിലേക്ക് ഫുള്ള് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് എവിടെയാണ്? അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഒബ്ജക്റ്റിലേക്ക് പോകുന്നത് അല്ലേ? ദാറ്റ് ഈസ് ദ തേർഡ് പോയിന്റ്. ഇൻട്രാക്ഷൻ വിത്ത് ദ earth surface feature, that is objectലേക്ക് എത്തുന്നു. that is electromagnetic energy incident on the object and generate reflected signals. ഇവിടുന്ന് എന്താ പറയുക, റിസീവ് ചെയ്തിട്ട് എനർജി എല്ലാം റിസീവ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് എന്താ കുറച്ചൊക്കെ അബ്സോർവ് ചെയ്ത് പോകും, കുറച്ചൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ബാക്കി എന്ത് ചെയ്യും? വരുന്ന എനർജി എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. എവിടേക്ക്? നമ്മൾ സെൻസേഴ്സിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അതാണ് ഫോർത്ത് പോയിന്റ്. റെക്കോർഡിംഗ് ഓഫ് എനർജി ബൈ ദ സെൻസേഴ്സ്. ഈ സെൻസേഴ്സ് എന്ത് ചെയ്യും? എനർജി എല്ലാം റെക്കോർഡ് ചെയ്യും. ദ സെൻസേഴ്സ് ഇൻ ദ പ്ലാറ്റ്ഫോം റിസീവ്സ് ദി റിഫ്ലക്റ്റഡ് എനർജി. സെൻസേഴ്സ് എന്ത് ചെയ്യും? എനർജി എല്ലാം റിസീവ് ചെയ്യും. പിന്നെന്താ നടക്കുന്നത്? പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ. ഈ സെൻസേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ നടക്കുക? ദ എനർജി റിസീവ്ഡ് ഇസ് പ്രോസസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡാറ്റാസ് പ്രോഡക്ട്സ് ലൈക്ക് പിക്ചോറിയൽ ഓർ ഡിജിറ്റൽ പ്രോഡക്ട്സ്. പിക്ചോറിയൽ ആയിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്ട്സ് ആയിട്ടോ ഈ ഡാറ്റാസ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇൻട്രാക്ഷൻ ആൻഡ് അനാലിസിസ്. ദ ഡാറ്റ റിസീവ്ഡ് ബൈ ദ ഗ്രൗണ്ട് സ്റ്റേഷൻ ഇസ് അനലൈസ്ഡ് ആൻഡ് എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോജക്റ്റ്. ഈ ഗ്രൗണ്ട് സ്റ്റേഷനിൽ നമുക്ക് എന്താണ് അനാലിസിസും പിന്നെ അതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് അനാലിസിസ് ആണ് നടക്കുന്നത്. ഈ ഗ്രൗണ്ട് സ്റ്റേഷനിൽ എന്താ നടക്കുന്നത്? ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് അനാലിസിസ് നടന്നിട്ട് യൂസേഴ്സിലേക്ക് എത്തിക്കും. ദാറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ. The extracted information is used to reveal some new information and to solve some problems. ഇതൊക്കെ യൂസേഴ്സിലേക്ക് എത്തിക്കും. സോ ഇത്രയാണ് നിങ്ങൾ പ്രോസസ്സിംഗ് ഓഫ് റിമോട്ട് സെൻസിങ് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. ഓക്കെ, എനർജി സോഴ്സ് എഴുതണം, പിന്നെ ഒബ്ജക്റ്റ് എഴുതണം, പിന്നെ ഇൻട്രാക്ഷൻ വിത്ത് ദ സെൻസേഴ്സ്, പിന്നെ റെക്കോർഡിങ്, സെൻസേഴ്സ് റെക്കോർഡ് ചെയ്യുന്നു എന്ന് എഴുതണം, പിന്നെ പ്രോസസ്സിംഗ് ആൻഡ് ട്രാൻസ്മിഷൻ നടക്കുന്നു, പിന്നെ ഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് അനാലിസിസ് നടക്കുന്നു, ലാസ്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എഴുതണം. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഫ്രം ദ സൺ അറ്റ്മോസ്ഫിയറിലോട്ട് വന്നു. അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്തു? എർത്ത് ഫീച്ചേഴ്സ്, താഴത്തുള്ള ബിൽഡിങ്സ് മരങ്ങളിലേക്കെല്ലാം ആ റേസ് വന്നു. അത് നമ്മൾ ബാക്കിയുള്ളതെല്ലാം കുറച്ചൊക്കെ അബ്സോർവ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം റിഫ്ലക്റ്റ് ചെയ്തു. സാറ്റലൈറ്റിൽ സെൻസേഴ്സ് ഉണ്ടാവും. ആ സെൻസേഴ്സ് എല്ലാം ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് താഴത്തുള്ള ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ട് എന്താ ചെയ്യുക? നമ്മൾ യൂസേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കും. ഓക്കെ, ഈ ഗ്രൗണ്ട് സ്റ്റേഷനിലാണ് പ്രോസസ്സിംഗ്, അനലൈസിങ്, ഇൻ്റർപ്രിട്ടേഷൻസ് എല്ലാം നടക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എനർജി സോഴ്സ്. സോ എന്താണ് എനർജി സോഴ്സ് എന്ന് പറഞ്ഞത്? എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്നത് അല്ലേ? ദാറ്റ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി. ഇലക്ട്രോമാഗ്നറ്റിക് എനർജി സോഴ്സ് ഇസ് യൂസ്ഡ് ഫോർ റിമോട്ട് സെൻസിങ്.
നമ്മൾ പറഞ്ഞു റിമോട്ട് സെൻസിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സോഴ്സാണെന്ന് പറഞ്ഞു അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണെന്ന് പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കൺസിസ്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഫിഗറിൽ നോക്കിക്കേ, നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വേരീസ് മാഗ്നിറ്റ്യൂഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ട്രാവലിംഗ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ഫിഗറിൻ്റെ അകത്ത് ഈ ഓറഞ്ച് കളർ കാണുന്നത് അതാണ് ഇലക്ട്രിക് ഫീൽഡ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ബ്ലൂ കളറിൽ വരുന്നതാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ്. അതുകൂടാതെ വേറെ എന്ത് നമുക്ക് കാണാൻ പറ്റും? ഓരോ വേവിൻ്റെ ക്രസ്റ്റിൽ നിന്ന്, ദാറ്റ് ഈസ് ആ പോയിന്റിൽ നിന്ന്, ടോപ്പ് പോയിന്റിൽ നിന്ന് വേറൊരു വേവിൻ്റെ ടോപ്പ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടാവും? ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാവൽസ് അറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇറ്റ് വിൽ ട്രാവൽ അറ്റ് ദി സ്പീഡ് ഓഫ് ലൈറ്റ്. പിന്നെ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് വൺ വേവ് സൈക്കിൾ. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് വേവ് ക്രസ്റ്റ്. ഈ വേവ് ക്രസ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു വേവിൻ്റെ ക്രസ്റ്റിൽ നിന്ന് മറ്റേ വേവിൻ്റെ ക്രസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത്. അതിനെ ലാംഡ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെന്താ പറയുന്നത്? ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. എന്താ ഫ്രീക്വൻസി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് സൈക്കിൾസ് പാസിംഗ് എ ഫിക്സ്ഡ് പോയിന്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. We have the formula C equal to lambda f. C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, ലാംഡ is the വേവ് ലെങ്ത് ആൻഡ് f is the ഫ്രീക്വൻസി. ഇത്രയാണ് നമ്മൾ എനർജി സോഴ്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഓരോ പ്രോസസ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇന്ന് ഇതുവരെയുള്ളൂ. ഓക്കെ, താങ്ക് യു.